ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ഡേ തന്നെ ഇരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കാത്തൊരു കാര്യം നടന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. അതിനിപ്പോൾ എന്താ എത്ര പറയാനായിട്ട്, ഫ്ലൈറ്റിലൊക്കെ എല്ലാവരും കയറുന്നതല്ലേ, ഇതിപ്പോൾ വലിയ സംഭവമാണോ എന്ന് ചോദിക്കുന്നവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല. എനിക്കൊരു ചളിപ്പൂല നാണവുമില്ല. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ 10 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ 10 പേര് ഒരുമിച്ചാണ് കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പോയാലും ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലായിരിക്കും. എന്നാലും നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പരസ്പരം ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് ചെയ്യും, അറിയില്ലാത്തത് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവരോടൊക്കെ ഓരോരുത്തരോടും എനിക്ക് ഭയങ്കര പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് കേട്ടോ എല്ലാവരോടും ഉള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ബസ്സിൽ അവിടെ നമ്മളെ കൊണ്ട് ഇറക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചുറ്റും ഉണ്ട് കേട്ടോ. അവരൊക്കെ ഉണ്ട്, ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓരോന്ന് ചോദിക്കുന്നുണ്ട്, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഹെൻഡ്രപ്പനെ കുറിച്ചും സേറേനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പോകുന്നത്, അപ്പോൾ ഇത്രയൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നും കൂടെ എല്ലാവരും പറഞ്ഞേക്കാം. ഞാൻ പോകുന്നത് മാലേ എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ്. മാൽദീവ്സിലെ മെയിൻ സിറ്റിയാണ് മാലേ. അവിടേക്കാണ് ഞാൻ പോകുന്നത്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സിറ്റി. എന്തിനാണ് ഞാൻ പോകുന്നതെന്നും കൂടെ പറഞ്ഞേക്കാം. എനിക്ക് മിനിസ്ട്രിയുടെ അണ്ടറിൽ ടീച്ചറായിട്ട് ജോബ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാവരുടെയും, എൻ്റെ പാരൻസിൻ്റെയും എൻ്റെയും സൽമാൻചാൻ്റെയും പാരൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ട് എനിക്കൊരു കുഞ്ഞു ജോലി, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജോലിയാണ് കേട്ടോ, കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഒരു സന്തോഷവും ഇതൊക്കെ കൂടി എന്താ പറയുക, ഞാനൊരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ് സ്ലോലി ഇൻഡിഗോയുടെ ഓരോ ഫ്ലൈറ്റും കടന്നിങ്ങനെ പോകുമ്പോൾ അത്രയും അടുത്ത് ഫ്ലൈറ്റ് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, താഴെ നിന്ന് മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ താഴെ നിന്ന് ചാറ്റ കൊടുത്തിരുന്ന് ഞാൻ ഇന്ന് ഫ്ലൈറ്റിൻ്റെ അകത്തിരുന്ന് താഴെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അതിലുപരി എൻ്റെ ദൈവത്തോട് എനിക്ക് ഒത്തിരി നന്ദിയാണുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ലൈഫിൽ, അതൊക്കെ എനിക്ക് വൈകിയാണെങ്കിലും എനിക്ക് എൻ്റെ കർത്താവ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഓരോരുത്തരുടെയും ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഒത്തിരി സങ്കടങ്ങൾ നമുക്കുണ്ടാവാം. പക്ഷേ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ദൈവത്തിനറിയാം നമുക്ക് ഏത് സമയത്ത് ആ ആഗ്രഹിച്ച സാധനം കൊടുക്കണം എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. റൈറ്റ് ടൈമിൽ അത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുട്ടുമുട്ടിയെന്ന് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചോളുക. ഒരു ദിവസം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ആ കാണുന്ന ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ അവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് വഴി കയറിയാണ് പോകുന്നത്. അവിടെ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ടിക്കറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് നമ്മളതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നു. ഏത് വഴിയൊക്കെ എവിടേക്ക് പോയി നിൽക്കേണ്ടതെന്നൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. എല്ലാവരുടെ സഹായം കാരണമാണ് ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം എന്നൊക്കെ മനസ്സിലായത് കേട്ടോ. ഇങ്ങനെ കയറി ഞാനിങ്ങനെ വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഹായൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, ഞാൻ വീഡിയോ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, വീഡിയോ ഒക്കെ എടുത്തോ, ഞങ്ങളുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടാകും. എനിവേ എനിക്ക് ഇത്രയൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടല്ലോ.
ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്നും അത്ര വലിയ നല്ലതായിരിക്കില്ല, കാരണം ചെറിയൊരു ഫോണിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ജോലിയൊക്കെ കിട്ടി പയ്യെ ഞാൻ നല്ല ഫോണൊക്കെ എടുത്ത് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ്, മാലയിലെയും മാൽദീവ്സിലെയൊക്കെ കാഴ്ചകൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ച. ഞാൻ ബെൽറ്റ് ടു സെറ്റായി. അപ്പോൾ ഇനി മാൽദീവ്സിലെ കാഴ്ചകൾ കാണാം. ബൈ ബൈ, സീ യു ലേറ്റർ.